അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 26/9/2025 തുഅല്ലിമുനൽ ഹയാ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. നമ്മുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനും പകർത്താനുമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഈ ജീവിതം. അതിന് നാം അവന് നന്ദി പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞുപോയ മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നാം അവരുടെ ജീവിതത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനും ഉൾക്കാഴ്ചകൾ ഉള്ളവരാകാനും വേണ്ടി. ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്ന പ്രധാന പാഠം ഒന്ന് ഈമാനികമായ വിശ്വാസപരമായ പാഠങ്ങളാണ്. അതോടൊപ്പം തന്നെ സ്വഭാവ മൂല്യങ്ങളും സംസ്കാരങ്ങളും, ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ, നാം അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയും അതിന് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ നല്ലത് ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. നാം ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം നാം പറഞ്ഞല്ലോ, ഈമാനികമായ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. അത് നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു കവചയും കോട്ടവുമാണ്. അല്ലാഹുവിൻ്റെ തണലിലാണ് നാം അഭയം പ്രാപിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ലഭിക്കും. ജീവിതം ഏറെ സന്തോഷകരമാവുകയും ചെയ്യും. അല്ലാഹു തആല പറഞ്ഞില്ലേ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ. ആരൊരാൾ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്തു, അവൻ വിശ്വാസിയുമാണ്, അവന് നാം സന്തോഷകരമായ ജീവിതം നൽകും. ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ ഒരു പിടിവള്ളിയാണ് ഈമാൻ, വിശ്വാസം എന്ന് പറയുന്നത്. റബ്ബിൻ്റെ മേലിൽ നാം തവക്കുലാക്കി അവനിൽ എല്ലാം ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ആശ്വാസം ലഭിക്കും. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ പ്രതിസന്ധികളിൽ നിന്ന് അപ്പോൾ രക്ഷപ്പെടുത്തുകയും ചെയ്യും. വിശ്വാസം അത് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ എല്ലാം ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാവണം. അതോടൊപ്പം തന്നെ നമ്മൾ റബ്ബിന് എപ്പോഴും ദിക്ർ ചൊല്ലി അവനെ ഓർത്തുകൊണ്ടേ ഇരിക്കണം. റബ്ബിനുള്ള ദിക്ർ നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുന്നതും നമുക്ക് സന്തോഷം നൽകുന്നതുമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖുർആൻ പറഞ്ഞില്ലേ, അറിയണേ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തി സമാധാനം ലഭിക്കൽ അള്ളാഹുവിൻ്റെ ദിക്റിലാണ്. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയം പ്രകാശിതമാകും, നമ്മുടെ ആത്മാവ് സംസ്കാരമുള്ളതാകും. അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് നാം തിരിഞ്ഞു കളഞ്ഞാലോ നമ്മുടെ ജീവിതം ഏറെ ക്ലേശകരമാകും. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക. ആരൊരാൾ എൻ്റെ സ്മരണയെ വിസ്മരിച്ചു കളഞ്ഞോ അവന് പ്രയാസമുള്ള ജീവിതമായിരിക്കും അവന് അനുഭവിക്കേണ്ടി വരിക. നമ്മുടെ എല്ലാ സമയങ്ങളിലും നാം അള്ളാഹുവിനുള്ള ദിക്ർ ഉണ്ടാവണം. അത് നമ്മുടെ ഹൃദയങ്ങളുടെ സമാധാനവും ശാന്തിയും ആകണം. നമ്മുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊന്നാണ് അള്ളാഹുവിനോടുള്ള ദുആ. എപ്പോഴും നമ്മൾ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാകണം. ആ പ്രാർത്ഥനയും നമ്മുടെ മനസ്സിന് ഏതു പ്രതിസന്ധിയിലും ആശ്വാസം നൽകുന്നതാണ്. എത്ര വേദനിക്കുന്ന മനസ്സുകളാണ് ദുആയിലൂടെ പരിഹാരം കണ്ടിട്ടുള്ളത്. എത്ര രോഗികൾക്കാണ് പ്രാർത്ഥന ശമനം നൽകിയിട്ടുള്ളത്. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന നീറുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ദുആയിലൂടെ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിക്കും. അള്ളാഹുവിനോട് നാം എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവ് അവൻ ലജ്ജയുള്ളവനും ഔദാര്യവാനുമാണ്. ഒരടിമ അവനിലേക്ക് കൈ ഉയർത്തിയാൽ ആ കൈയിനെ
സമ്പൂജ്യനായി മടക്കുക എന്നത് അവനോട് യോജിച്ചതല്ല. അവൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണതൊക്കെ. റബ്ബിൽ നാം അടിയുറച്ച് വിശ്വസിക്കണം. നമുക്ക് റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. അവൻ അത് ഉദ്ദേശിച്ചത് പ്രകാരം അവൻ്റെ അടിമകൾക്കിടയിൽ അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മത്തീൻ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് റിസ്ക് തരുന്നവനും അവൻ യോഗ്യനും ശക്തനുമാണ്. അള്ളാഹു നമുക്ക് വിഹിതിച്ചു തരുന്നതെല്ലാം സംതൃപ്തരാകണം. അതിന് നാം അവന് എപ്പോഴും നന്ദി പ്രകടിപ്പിക്കണം. എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നാം ഒരിക്കലും പൊറുതികേട് കാണിക്കേണ്ടതില്ല. നമുക്കെന്തെങ്കിലുമൊക്കെ ലഭിച്ചതിൽ നാം അമിതമായി സന്തോഷിക്കേണ്ടതും ഇല്ല. കാരണം അള്ളാഹു നമുക്ക് എന്തേ കണക്കാക്കിയത് അത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹു കണക്കാക്കാത്തതൊന്നും നമുക്ക് എത്ര ശ്രമിച്ചാലും ലഭിക്കുകയും ഇല്ല. ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റൊന്നാണ്. നാം എപ്പോഴും സത്യസന്ധത പുലർത്തണം. അത് നമ്മുടെ വിജയത്തിൻ്റെ മാനദണ്ഡമാണ്. നബിതങ്ങൾ പറഞ്ഞു, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ. നിശ്ചയം സത്യസന്ധത അത് നിങ്ങളെ നന്മയിലേക്ക് നയിക്കും. നാം സത്യസന്ധത പാലിക്കുന്നത് കൊണ്ടിട്ട് റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷയുടെ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. അതുകൊണ്ട് സത്യം നാം മുറുകെ പിടിക്കണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാ അവസരങ്ങളിലും. ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു അധ്യായമാണ്. നാം എപ്പോഴും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം. നീതിയുടെ പക്ഷത്ത് നിലനിൽക്കണം. ഒരാളെയും നാം ആക്രമിക്കാൻ പാടില്ല. അക്രമം നമുക്ക് ഇരുളാണ്. അത് നമ്മുടെ മുമ്പിൽ വിജയത്തിൻ്റെ വാതിലുകൾ അടക്കും. എങ്ങനെയാണ് അക്രമി വിജയിക്കുക? ഖുർആൻ പറഞ്ഞില്ലേ, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നേർമാർഗത്തിലാക്കുകയില്ല. അതുകൊണ്ട് നാം അക്രമത്തെ സൂക്ഷിക്കണം. അതിൻ്റെ അന്ത്യം ഏറെ മോശമാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അക്രമികളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊന്നാണ്, നാം എപ്പോഴും നല്ലത് പറയണം. നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് സന്തോഷമുള്ള വർത്തമാനങ്ങളാകണം. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖത്തുൻ. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നല്ല വർത്തമാനങ്ങൾ പറയൽ അത് സദഖയാണ് എന്ന്. ആ നല്ല വർത്തമാനങ്ങൾ പറയുന്നത് കൊണ്ടിട്ട് എത്ര മനസ്സുകളാണ് സന്തോഷിച്ചിട്ടുള്ളത്. എത്ര തർക്കങ്ങളാണ് ആ ഒരൊറ്റ സംസാരം കാരണമായിക്കൊണ്ട് ഇല്ലാതെയായി പോയിട്ടുള്ളത്. എത്ര സ്നേഹത്തിൻ്റെ വെളിച്ചമാണ് ഓരോരുത്തരുടെ മനസ്സിൽ ആ വർത്തമാനങ്ങൾ കാരണമായിക്കൊണ്ട്, നല്ല സംസാരങ്ങൾ കാരണമായിക്കൊണ്ട് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് നാം എപ്പോഴും നല്ല വർത്തമാനങ്ങൾ മാത്രമേ പറയാവൂ. ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നതാണ്, നാം മറ്റുള്ളവരുടെ ജീവിതങ്ങൾ പഠിക്കണം. അവരുടെ ജീവിതത്തിൽ നിന്ന് നാം പലതും പകർത്തണം. നമുക്ക് കഴിഞ്ഞുപോയവരുടെ ജീവിതത്തിൽ നിന്നും എത്രയോ പാഠങ്ങളുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. നിശ്ചയം അവരുടെയൊക്കെ ചരിത്രത്തിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. ഖുർആനിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. പ്രായമുള്ളവരിൽ നിന്നും നമുക്ക് പഠിക്കാനും പകർത്താനുമുണ്ട്. അവർ നമ്മുടെ ജീവിതത്തിലെ അധ്യാപകന്മാരാണ്, ഗുരുനാഥന്മാരാണ്. അവരെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കും. വിശിഷ്യ നാം നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഭരണകർത്താക്കൾ, അവർ നമുക്ക് മാതൃകയാണ്. അവർ നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആവശ്യമായതെന്തൊക്കെയോ അതൊക്കെ അവർ രാജ്യത്ത് ഒരുക്കിത്തരുകയും നമുക്ക് ഏറ്റവും സുരക്ഷിതത്തോടുകൂടെയും സമാധാനത്തോടുകൂടെയും ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരുകയും ചെയ്യുന്നു. നമ്മുടെ രാജ്യം UAE അനുഗ്രഹീതരായ ഭരണകർത്താക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അവർക്ക് ഈ കാലത്തിനിടക്ക് അവർ നേടിയെടുത്ത പരിചയവും പാഠവും ഈ രാജ്യത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകുന്നുണ്ട്. ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ റാഷിദ് റഹാഹുല്ലാ അവർ നമുക്കൊരു ഗ്രന്ഥം സമർപ്പിക്കുന്നുണ്ട്. അല്ലമത്തിനിൽ ഹയാ.
ജീവിതം എന്നെ പഠിപ്പിച്ചു എന്ന നാമധേയത്തിൽ നാം അത് പഠിക്കണം, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. മഹാനുഭാവൻ പറയുന്നുണ്ട്, നമ്മുടെ രാജ്യം അന്നൽ വത്തന ഫരീഖുൻ കബീർ, രാജ്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തിനു വേണ്ടി നാം എല്ലാതും സമർപ്പിക്കാൻ തയ്യാറാകണം. രാജ്യത്തെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നാം എപ്പോഴും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആ രാജ്യപുരോഗതി ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അവനവന് നിർവഹിക്കാൻ കഴിയുന്നത് അവരവർ നിർവഹിച്ചു കൊണ്ടിരിക്കണം. നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകും. രാജ്യം ഇവിടെ എന്നേക്കുമായി ശേഷിക്കും. അതുകൊണ്ട് രാജ്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തേതും അവസാനത്തേതും നമ്മുടെ രാജ്യമാണ്. എപ്പോഴും നമുക്ക് പ്രാധാന്യമുണ്ടാവേണ്ടത് നമ്മുടെ രാജ്യത്തോടാണ്. അതുകൊണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ അവർക്ക് ഉള്ള പരിചയവും പാഠവും അതനുസരിച്ച് അവർ നമ്മെ നന്മയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. ദീൻ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞല്ലോ, അദ്ദീനു അന്നസ്വീഹ, അത് ഗുണകാംക്ഷയാണ് എന്ന്. നാം നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ, അവർക്ക് ജീവിത പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് പാഠങ്ങൾ പഠിക്കാൻ അവരെ പരിശീലിപ്പിക്കണം. ഏതു പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് ശേഷവും ഒരു സന്തോഷകരമായ സമയമുണ്ടാകുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തണം. വഫീ കുല്ലി സുഊബത്തിൻ ഫുർസത്തുൻ. അതുകൊണ്ട് നാം നമ്മുടെ ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികളായിക്കൊണ്ട് അള്ളാഹുൽ തവക്കുലായി നന്മ ചെയ്ത് നല്ലത് പറഞ്ഞ് ജീവിതം സന്തോഷകരമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.